ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ആണ്. 41.80 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ആദ്യത്തെ എൻട്രി കോൾ ഓപ്ഷൻ എൻട്രി എടുത്തപ്പോൾ നമ്മൾ 23,700 ലെവൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. $23,750 ലെവലിലേക്കെല്ലാം വന്നിട്ടുള്ളത്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻറ്റം ആണ് 23,450 ലെവലിൽ നിന്ന് 750 ലെവലിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷമാണ് ഈ ഒരു അപ്പ് മൂവ് നമുക്ക് കാണാൻ സാധിച്ചത്. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 23,731.40 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. $41.80 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. 23,700 താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഡേ ഹൈ ലെവൽ ഓൾമോസ്റ്റ് റീടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡൗൺഫോൾ വരുന്നത്. 680-650 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവിൻ്റെ അതുപോലെയുള്ളൊരു ഡൗൺഫോൾ നമുക്കൊരു പക്ഷേ ഇന്ന് കാണാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൊമെൻറ്റം ഉണ്ട്. നമുക്കെന്തായാലും ഡയറക്ഷൻ കൺഫേം ആവാനുണ്ട്. അതുപോലെ തന്നെ എൻട്രിയും കൺഫേം ആവാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 650ലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 23,750 ലെവലിൽ നിന്നൊരു പ്രൈസ് റിജക്ഷനാണ് കാണാൻ സാധിച്ചത് ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിലിൽ നോക്കുകയാണെങ്കിൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഡയറക്ഷൻ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. again ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഡയറക്ഷൻ കൺഫേം ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് കൂടിയാണ്, ഫ്രൈഡേ ആണ്. നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയിലൊരു ബൈയിങ് പ്രഷറാണ് കാണുന്നത്. നേരത്തെ നമ്മൾ 23,650 ലെവൽ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള ഡേ ലോ 23,663.35 ആണ്. അപ്പോൾ ഇന്നത്തെ ഇതുവരെയുള്ള ഡേ ഹൈയിലേക്ക് 23,774.95 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ളൊരു ബൈയിങ് പ്രഷറാണ്. അപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട് ഓൾറെഡി. 1 ലോട്ടാണ് 23,800 കോൾ ഓപ്ഷൻ. സ്ട്രൈക്ക് പ്രൈസ് 23,800 കോൾ ഓപ്ഷനിലൊരു എൻട്രിയാണ് എടുത്തിട്ടുള്ളത്. 158 ആണ്, ഓൾമോസ്റ്റ് 158 ആണ് എൻട്രി വരുന്നത്. ആവറേജ് പ്രൈസ് 157.70. കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അനദർ കപ്പിൾ ഓഫ് എൻട്രീസ് കൂടി കിട്ടുമോ നമുക്ക് നോക്കാം. അത് കൺഫേം ആവുന്നതിനനുസരിച്ചിട്ട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഡേ ഹൈ ഒക്കെ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 180 ലെവൽ, 175-80 ലെവലിലാണ് 23,800 കോൾ ഓപ്ഷൻ്റെ ഹൈ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ബൈയിങ് പ്രഷറുണ്ട്. നിഫ്റ്റി ആണെങ്കിൽ 23,800 ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുൻപായിട്ട് ഇന്നലത്തെ ഡേ ഹൈ ആണ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബൈ സൈഡ് വരാനുള്ള ചാൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു എൻട്രി കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഓൾറെഡി 160 ആയി കഴിഞ്ഞു. നമുക്ക് വാച്ച് ലിസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം. 23,850 കോൾ ഓപ്ഷൻ 140. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് എൻട്രി എടുക്കണം. യെസ്, 142 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. 23,850 കോൾ ഓപ്ഷൻ. അത് നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ആണ്, ഹയർ ലെവലിലുള്ള സ്ട്രൈക്ക് പ്രൈസ്, ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. 2 ലോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഡേ ഹൈ വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ. ഇപ്പം നേരത്തെ പറഞ്ഞ 74 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, 74 പോയിൻറ്റ്, ഇപ്പോൾ 780 വന്നിട്ടുണ്ട്, 23,780. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 23,800 കോൾ ഓപ്ഷൻ്റെ ഡേ ഹൈ വന്നിട്ടുള്ളത് 169 ആണ്. 170-75 ലെവലാണ് പ്രീവിയസ് ഡേ വന്നിട്ടുള്ള ഹൈ. നോക്കുകയാണെങ്കിൽ 78 ആണ്. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 175 ആണ്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. 23,870 ലെവലിലേക്കെല്ലാം സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾറെഡി സപ്പോർട്ട് ലെവലിലാണ് പോയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു 650 ലെവൽ ഓൾമോസ്റ്റ്. ഇപ്പോൾ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സിൽ വന്നിട്ടുള്ള ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്ലോസിങ്ങിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്ലോസിങ് വന്നാലേ നമുക്കത് ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ 2 ലോട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എൻട്രി ആണ്. അപ്പോൾ അത് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. 175 ബ്രേക്ക് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ ഒരു 5 മിനിറ്റ് ക്ലോസിങ്ങിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 9:28 ഇപ്പോൾ സമയം. 9:30 ആയി കഴിഞ്ഞാൽ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. അത് നല്ല സ്ട്രോങ് ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഫർദർ അപ്പ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ പെട്ടെന്നായിരിക്കും ഒരുപക്ഷെ വരുന്നത്. 200ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇത് 1.2K പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫർദർ എൻട്രീസ് കിട്ടുമെന്നുള്ളതും നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 23,800 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ബൈയിങ് പ്രഷർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 70-75 പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് എന്തായാലും നമ്മുടെ ഇൻ ദ മണി ആവുകയും ചെയ്യും 800. അപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രൈസ് റിജക്ഷൻ കാണുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ ആ ഒരു ലെവൽ റിജക്ഷൻ വരാനുള്ള ചാൻസസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തൊരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. ഇതൊരു പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈയിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ നമുക്കൊരു ബുക്കിങ്ങിൻ്റെ ഒരു സൈന് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ഫസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വന്നതുകൊണ്ട് തന്നെ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. ഇന്നലത്തെ പോലെ ഇൻസൈഡ് ബാർ ആണെങ്കിൽ മാത്രമേ നമുക്കത് ഫോളോ ആവുമെന്ന് വിചാരിക്കാൻ പറ്റൂ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ്. പക്ഷേ ഇൻ കേസ് അത് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും, ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. കുറച്ചധികം പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ തന്നെ നമുക്ക് 175 ഞാൻ നേരത്തെ പറഞ്ഞത് വന്നിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് 172.80 ആണ് വന്നിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ. വെരി അൺഫോർച്ചുനേറ്റ് ആയിരിക്കും. നമുക്കിത് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഓൾമോസ്റ്റ് അത് റിവേഴ്സ് ആയി കഴിഞ്ഞു. ഇനി അത് 175 ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. യെസ്, എക്സിറ്റ്. അഗെയിൻ 1.6K ലോസാണ് നമുക്ക് വന്നിട്ടുള്ളത്. വെരി അൺഫോർച്ചുനേറ്റ് ആണ്. നമുക്ക് അത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് പോവും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അത് പുൾ ബാക്ക് വന്നു. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ലോസസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പം നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല.
അതുകൊണ്ട് അത് എക്സിറ്റ് ചെയ്തു. ഒരു ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ പുൾ ബാക്ക് കുറച്ചധികം ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് സ്ക്വയർ ഓഫ് ചെയ്തിട്ടുള്ളത് 148 125 നമ്മൾ 158 കയറി 48 എക്സിറ്റ് ചെയ്തു. 41 കയറി 25 എക്സിറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ 1.6K ലോസിൽ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു സപ്പോർട്ട് ലെവലിലാണ്. പക്ഷേ എത്രത്തോളം പുൾ ബാക്ക് വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എക്സിറ്റ് ചെയ്തു. ഡേ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ബൈയിങ് പ്രഷർ തന്നെയാണ് ഓവറോൾ ഉള്ളത്. അപ്പോൾ അത് സപ്പോർട്ട് ലെവൽ വന്നതിന് ശേഷം മാത്രമേ അത് റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉള്ളൂ. പ്രോപ്പർ റിവേഴ്സൽസ് കിട്ടുകയാണെങ്കിൽ മാത്രം റീ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും 1.6K ലോസിലാണ് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ.